നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കർണാടക കോൺഗ്രസ് നേതൃത്വത്തിന് വലിയൊരു ആശ്വാസകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അതായത് ജനതാദൾ സെക്യുലർ അവരിൽ ഭൂരിഭാഗം പേരും BJPയിലേക്ക് ലയിക്കാൻ വേണ്ടിയുള്ള തീരുമാനം കുമാരസ്വാമിയെ അറിയിച്ചിരിക്കുന്നു. JDSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്ഥാന പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് എങ്കിലും വളരെ വൈകാതെ തന്നെ അവരുടെ വോട്ട് ഷെയർ ഗണ്യമായി കുറയുന്നത് തടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവർ മുന്നണി പ്രവേശനം മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഒന്നോടുകൂടി BJPയിലേക്ക് ലയിക്കുക എന്ന ശക്തമായ തീരുമാനം കൈക്കൊള്ളാൻ അവർ തീരുമാനിക്കുകയാണ്. എന്നാൽ ഇതിനെ എതിർക്കുന്ന ചില MLA-മാരുണ്ട്. അവർ ഒരുപക്ഷെ രാജിവെച്ചേക്കാൻ ഉള്ള സാധ്യതയുണ്ട്. GT ദേവഗൗഡ അടക്കമുള്ളവർ ഈ തീരുമാനത്തെ അതിശക്തമായി എതിർക്കുന്നു. എന്നാൽ നിഖിൽ കുമാരസ്വാമിയും അതുപോലെ കുമാരസ്വാമിയും എല്ലാം ഈ തീരുമാനത്തിനെ പിന്തുണച്ചുകൊണ്ട്, അതായത് BJPയുടെ നേതൃത്വത്തെ BL സന്തോഷിനെ കണ്ട് ആ നേതൃത്വത്തിനെ പിന്തുണച്ചുകൊണ്ട് അതിലേക്ക് ലയിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. DKക്ക് കാര്യങ്ങൾ എളുപ്പമായി കഴിഞ്ഞിരിക്കുന്നു. DKയും ഉദ്ദേശിച്ചത് ഇത്രമാത്രം തന്നെയാണ്. അതിനകത്തു നിന്നും ഒരു കൃത്യമായി ഒരു വോട്ട് ഷെയർ കോൺഗ്രസിലേക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോയതാണ് 135 സീറ്റിൽ കൂടുതൽ വിജയിച്ച് കയറാൻ കാരണമായത്. കർണാടകയിലെ ഏറ്റവും വലിയ സമീപകാലത്തുള്ള കോൺഗ്രസ് വിജയങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു 2023 നടന്ന മാർച്ച് മാസം നടന്ന തെരഞ്ഞെടുപ്പിലെ വിജയം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു തനി ആവർത്തനം ലോക്സഭയിലേക്ക് നടക്കാൻ ദേശീയ നേതാക്കൾ കൂടി കർണാടകയിൽ മത്സരിക്കണം എന്നുള്ള അഭിപ്രായം DK ശിവകുമാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തേക്ക് കാണുമോ എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരുപക്ഷെ കർണാടകയിൽ DK സുരേഷിനോടൊപ്പം DK ശിവകുമാർ കൂടി മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ കാര്യങ്ങളുടെ സ്ഥിതി തന്നെ മറിയും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിദ്ധരാമയ്യ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയും നിലവിലെ PCC അധ്യക്ഷനും കൂടിയായിട്ടുള്ള DKക്കാണ് സർവ്വ ചുമതലയും കൊടുത്തിരിക്കുന്നത്. കർണാടകയുടെ മാത്രമല്ല തെലങ്കാനയുടെ കൂടി ചുമതല DKയിൽ നിക്ഷിപ്തമാണ്. തെലങ്കാനയിൽ നമുക്കറിയാം, അവിടെയും കോൺഗ്രസിന് അധികാരം കിട്ടുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് DK ശിവകുമാർ ആയിരുന്നു എന്നുള്ളതും രേവന്ത് റെഡ്ഡിക്ക് വലിയ രീതിയിലുള്ള ധാർമ്മിക പിന്തുണ കൊടുക്കുന്നതിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയുന്നുണ്ട്. അത് മാധ്യമലോകത്ത് മാത്രമല്ല എല്ലായിടത്തും ഒരു സർവ്വശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. DK സംബന്ധിച്ചിടത്തോളം തിരിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ്സിന് പരമാവധി സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ നിന്നും നേടിയെടുത്തു കൊടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം, അത് ഏറ്റവും കൂടുതൽ ഫലവത്താകേണ്ട സംസ്ഥാനം എന്ന രീതിയിൽ കർണാടകയെ കാണുന്നു എന്നുള്ളത് കൂടി ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും നിക്ഷിപ്തമായ ഒരു ഘടകമാണ്. ആ ഘടകത്തെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയെ എല്ലാരിയിൽ മത്സരിപ്പിച്ചേക്കാനുള്ള സാധ്യത ഉൾപ്പെടെയുള്ളത് കാണുന്നുണ്ട്. നമുക്കറിയാം, മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിരുന്നു. AICC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ പരാജയപ്പെട്ടിരുന്നു. ഇത്തവണ ഒരുപക്ഷെ കൽബുർഗിയിൽ മത്സരിച്ചേക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ്.